Yeah. അപ്പോൾ DGP എത്തിയിട്ടുണ്ട് ഉദ്ഘാടനത്തിന്. ശ്രീ ബൽറാം കുമാർ ഉപാധ്യായ IPS അവർ മാല ഉദ്ഘാടനം ചെയ്യുന്നു. ബാങ്ക് ഓഫ് ബറോഡ സംഭാവന നൽകിയിട്ടുള്ള ഓപ്പൺ ഉദ്ഘാടനമാണ് ആഗ്രഹവും ചെയ്തു. ആരംഭിക്കുകയാണ്. തികച്ചും ഔപചാരികത ഇല്ലാതെ കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്കും മറ്റ് ഉദ്യോഗസ്ഥരല്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാം ഇവിടെ വന്നിട്ട് ഫിസിക്കൽ ഫിറ്റ്നസിനും മാനസികമായ എൻ്റർടൈൻമെൻറ്റിനും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ ഒരു കളിക്കളം രൂപം കൊടുത്തിട്ടുണ്ട്. ഇതിന് സെൻട്രൽ ജയിലിൻ്റെ മുൻ സൂപ്രണ്ട് ഇപ്പോൾ സൗത്ത് സോൺ DIGയുമായി ഇരിക്കുന്ന ബഹുമാനപ്പെട്ട സത്യരാജ് സാറാണ്. ഒരു വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു കുന്നിൻ ചരിവായിരുന്നു. അതിൻ്റെ ടോപ്പോഗ്രാഫി മനസ്സിലാക്കി അതിനെ ഈ രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുത്തത്. ഇതിന് പുറകിൽ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ കഠിനാധ്വാനവും അന്തേവാസികളുടെ കഠിനാധ്വാനവും ഇതിലുണ്ട്. ഇതിന് ബഹുമാനപ്പെട്ട വകുപ്പധ്യക്ഷൻ ബൽറാം കുമാർ ഉപാധ്യായ IPS അവർ ഒരു 6 മാസം മുമ്പ് ഈ വർക്കിൻ്റെ പുരോഗതി വന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി 4,60,60,000 ചില്ലാൻ രൂപ അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിൽ നിന്ന് നൽകുകയും നമുക്കൊരു ഓപ്പൺ ജിം ഇവിടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ ബഹുമാനപ്പെട്ട അധികാരികൾ
റീജിയണൽ മാനേജറും മറ്റ് ശ്രീധർ സാറും മറ്റുള്ള പ്രധാനപ്പെട്ട ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ബാങ്ക് ഓഫ് ബറോഡ ഉദ്യോഗസ്ഥരും എല്ലാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി 5 ലക്ഷം രൂപ അവർ ഓപ്പൺ ജിമ്മും അതുമായി അനുബന്ധിച്ച് നമുക്കൊരു ഡ്രസ്സിംഗ് റൂമിനുള്ള കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ഒരു സ്പോൺസർഷിപ്പ് ഉണ്ടായി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ ഒരു പ്രാരംഭ ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളുടെ പൂർണ്ണ രീതിയിലായിട്ടില്ല. എന്നിരുന്നാലും ഉദ്യോഗസ്ഥരുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷവും മറ്റും നൽകുന്ന രീതിയിൽ കഴിഞ്ഞ ഒരു വർഷം മുതൽ നമ്മൾ സ്റ്റേറ്റ് വൈഡും അതിനു മുമ്പ് മേഖലാ തലത്തിലും കായിക കലാ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ വർഷത്തെ മേഖലാ തലത്തിലുള്ള ഉദ്ഘാടനം 16-ാം തീയതി 2 ദിവസം കഴിയുമ്പോൾ ഈ വേദിയിൽ വെച്ച് തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ഈ കളിക്കളം, അതായത് സ്പോർട്സ് സെൻറ്റർ, അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങിന് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ സമയം നീണ്ടുപോകും. ബഹുമാനപ്പെട്ട വകുപ്പ് അധ്യക്ഷന് അടിയന്തരമായി മറ്റ് മീറ്റിങ്ങുകൾ ഉള്ളതുകൊണ്ട് ഒറ്റ വാക്കിൽ എല്ലാ ഇൻവൈറ്റീസിനെയും ഡിഗ്നറ്റേഴ്സിനെയും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് മുൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടും ഇപ്പോഴത്തെ സബ് സോൺ DIG-യുമായിരിക്കുന്ന സത്യരാജ് സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജയിൽ വകുപ്പ് മേധാവി ശ്രീ ബൽറാംകുമാർ IPS അവர்கள், ജയിൽ ആസ്ഥാനകാരിയുടെ DIG ശ്രീ MK വിനോദ്കുമാർ, ബാങ്ക് ഓഫ് ബറോഡ റീജിയണൽ ഹെഡായിട്ടുള്ള ശ്രീനിവാസ സാർ, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയുടെ മാനേജർ ശാലിനി തമ്പി, ഇവിടെ നമ്മുടെ LBS എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ, റീജിയണൽ വെൽഫെയർ ഓഫീസർ, പ്രോഗ്രാം ഓഫീസർ, ഫൈനാൻസ് ഓഫീസർ, ജയിലിലെ എൻ്റെ സഹപ്രവർത്തകരെ, സ്നേഹമുള്ള അന്തേവാസികളെ, മാധ്യമ പ്രവർത്തകരെ, നമുക്ക് ഇങ്ങനെ ഒരു കളി സ്ഥലത്തിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതൽ ബോധ്യപ്പെട്ടത് കഴിഞ്ഞ വർഷം 2023 ഡിസംബർ മാസം ജയിൽ ഉദ്യോഗസ്ഥരുടെ സംഘടനകളുടെ കൂടെ ആവശ്യപ്രകാരം സംസ്ഥാന ഗവൺമെന്റ് ആദ്യമായി 56 മുതലുള്ള ജയിൽ വകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് സംസ്ഥാന തലത്തിൽ ഒരു പ്രസന്റ് മീറ്റ് സംഘടിപ്പിക്കാനായിട്ടുള്ള ഭരണാനുമതിയും ഒരു 4 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായവും നൽകിക്കൊണ്ട് ഒരു സ്റ്റേറ്റ് മീറ്റ് നമ്മൾ കണ്ണൂരിൽ സംഘടിപ്പിക്കേണ്ടായി. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ജയിൽ വകുപ്പിലെ ജോലി എന്ന് പറയുന്നത് വളരെ മാനസിക സംഘർഷം സംഭാവന ചെയ്യുന്ന ഒന്നാണ്. എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ ജോലിക്കിടയിൽ സന്തോഷവും അതുപോലെ തന്നെ വേദനയും സമ്മാനിക്കും ഒരുപോലെ, അല്ലെങ്കിൽ പോലും പെയിനും പ്ലഷറും ഉണ്ടാകും. നമുക്ക് നമ്മുടെ ജോലിയെ സംബന്ധിച്ച് പെയിനാണ് കൂടുതൽ, പ്ലഷർ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സംഘർഷഭരിതമായിട്ടുള്ള രീതിയിൽ മാനസികവും അതുപോലെ തന്നെ അല്ലാത്തതുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടിട്ടാണ് ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ മാനസിക സംഘർഷം ലഘൂകരിക്കണമെങ്കിൽ നമ്മൾ ശാരീരികമായിട്ട് ഫിറ്റായിരിക്കണം എന്നുള്ളതാണ്. സംസ്ഥാന ഗവൺമെന്റും പ്രസന്റ് മീറ്റ് വിഭാവനം ചെയ്യുമ്പോൾ ഇതായിരിക്കണം അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ല ശരീരത്തിൽ മാത്രമേ നല്ല മനസ്സുണ്ടാകൂ എന്നുള്ളതാണ്. നമ്മുടെ ക്യാമ്പസിൽ സെൻട്രൽ ജയിലും ജില്ലാ ജയിലും സ്പെഷ്യൽ സബ് ജയിലും വനിതാ ഓപ്പൺ ജയിലും DIG ഓഫീസും സിക്കായും അതുപോലെ തന്നെ ജയിൽ ആസ്ഥാന കാര്യാലയവും ഉൾപ്പെടുന്ന പൂജപ്പുരയിലെ പ്രസന്റ് കോംപ്ലക്സിൽ ഏകദേശം 600ഓളം ജീവനക്കാരുണ്ട്. സ്ഥിരം ജീവനക്കാർ തന്നെ 500-ലേറെയുണ്ട്. കാഷ്വൽ ആയിട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ കൊമേഴ്സ്യൽ യൂണിറ്റുകളിലും അതുപോലെ തന്നെ ജയിലിൽ ജോലി ചെയ്യുന്ന വിമുക്ത ഭടന്മാരടക്കം 600-ൽ കൂടുതൽ ആൾക്കാരുണ്ട്. കൂടാതെ 100-ൽ പരം ക്വാർട്ടേഴ്സുകൾ താമസിക്കുന്ന ജീവനക്കാരുടെ കുടുംബാംഗങ്ങളുണ്ട്. അങ്ങനെ ഒരു വലിയ സംഖ്യ ആൾക്കാർ ഈ ക്യാമ്പസിൽ, ഈ 100 ഏക്കറിൽ താഴെ വരുന്ന ഈ ക്യാമ്പസിൽ താമസിക്കുമ്പോൾ
ഇവിടെ അവരുടെ മാനസിക സംഘർഷം കുറയ്ക്കാനോ അല്ലെങ്കിൽ മാനസിക ഉല്ലാസം പ്രദാനം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള റിക്രിയേഷന് വേണ്ടിയിട്ടുള്ളതോ ഒരു സൗകര്യം ഇല്ല എന്നുള്ളത് വലിയ തിരിച്ചറിവ് നമുക്കുണ്ടായി. അങ്ങനെയാണ് ഈ പറയുന്ന പ്രദേശം, ഇതിന്റെ ടെറയിൽ നോക്കിയാൽ അറിയാം, ഇവിടെ അന്തേവാസികളുടെ അധ്വാനം കൊണ്ട് നമ്മൾ കുറച്ചൊക്കെ മണ്ണൊക്കെ നീക്കം ചെയ്തതിന് ശേഷമാണ് ജയിൽ വകുപ്പ് മേധാവിയെ നമ്മൾ സമീപിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്ന് സ്ഥലം കണ്ടതിന് ശേഷം തീരുമാനിക്കാം എന്ന് പറഞ്ഞു. സ്ഥലം വന്ന് കണ്ടൊരു 10-15 മിനിറ്റ് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ ഭൂമിയുടെ കിടപ്പും ഇവിടെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, വെറുതെ പ്രപ്പോസൽ തന്നിട്ട് കാര്യമല്ല, സൈറ്റ് പ്ലാൻ വേണം വിത്ത് ഡയമെൻഷൻ. അപ്പൊ ഞാൻ സന്തജിയിൽ ഉണ്ടായിരുന്ന ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയ ഉദ്യോഗസ്ഥനെ വിപിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം ഒരു സൈറ്റ് പ്ലാൻ കൊണ്ടുവന്നു, അതിൻ്റെ ഒരു ഡയമെൻഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ എൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പറഞ്ഞു. അപ്പൊ ഇതുമായി DGPയെ ഞാൻ 3 തവണ കണ്ടു. DGP അദ്ദേഹം ബേസിക് ആയിട്ട് ഒരു സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്കൊന്നും ഓരോ ഒന്നുമില്ല. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ശരിക്കും ധാരണയുള്ളത് കൊണ്ട് അദ്ദേഹം അതിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ നടത്തുകയും 3ാമത് തവണ എന്നോട് പറഞ്ഞു, എന്തിന് നിങ്ങൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്നത്, യു ആർ ടേക്കിംഗ് സോ മച്ച് സ്ട്രെയിൻ എന്നാണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം പിന്നെ ഈ ബിടെക് ഗ്രാജുവേറ്റിനെയാണ് അദ്ദേഹത്തിന്റെ DGPയുടെ സമീപത്തിലേക്ക് വിട്ടത്. DGP അത് ആ പ്ലാനിന് അംഗീകാരം നൽകി. ആ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ലെവലിൽ പരമാവധി ചെയ്യാൻ കഴിയുന്നത് എന്തോ അത് ചെയ്യുകയും 4,75,000 രൂപ ഇതിന് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അനുവദിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ റീജിയണൽ ഹെഡ് ആയിട്ടുള്ള ശ്രീജിത്ത് കൊട്ടാരത്തിൽ സാർ, സോണൽ ഹെഡ് ആയിട്ടുള്ള ശ്രീജിത്ത് കൊട്ടാരത്തിൽ സാറ് ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് നമ്മുടെ ക്യാമ്പസിൽ കുറച്ച് മരങ്ങൾ വച്ച് പിടിക്കാനുള്ള ഒരു പരിസ്ഥിതി ദിനാഘോഷത്തിന് ഈ ക്യാമ്പസിലേക്ക് വരുന്നത്. ഞാൻ അവസരം മുതലെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് നമ്മുടെ ഈ സൈറ്റിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ പരിമിതികളും കാര്യങ്ങളൊക്കെ പറയുകയും അദ്ദേഹം CSR ഫണ്ടിൽ കുറച്ച് പരിമിതി ഉണ്ടെങ്കിൽ പോലും 5 ലക്ഷം രൂപയുടെ സഹായം തരാം എന്ന് സമ്മതിക്കുകയും അത് നമുക്ക് നൽകുകയും ചെയ്തു. അതിന്റെ ഒരു പിൻബലത്തിലാണ് ഇവിടെ ഈ ഓപ്പൺ ജിമ്മും അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇത് പൂർത്തിയായി നമ്മുടെ മനസ്സിലുള്ള പ്ലാൻ അനുസരിച്ചിട്ടുള്ള നിർമ്മാണം പൂർത്തിയാക്കി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതിന്റെ പിന്നിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ അധ്വാനം ഉണ്ട്, അന്തേവാസികളുടെ അധ്വാനമുണ്ട്, രാപ്പകലില്ലാത്ത അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട്. ഇതിനൊരു ഡ്രസ്സിംഗ് റൂം വേണം എന്നുള്ളത് കൊണ്ടും ഒരു ടോയ്ലറ്റൊക്കെ വേണമെന്നുള്ളത് ചെറിയ നിർമ്മിതി ചെയ്തിട്ടുണ്ട്. ഈ തരത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും അവരെ കടമായും അല്ലാതെയോ ഒക്കെ 3-4 ലക്ഷത്തോളം രൂപ കൂടെ ചെലവഴിച്ചുകൊണ്ടാണ് ഈ രൂപ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഉള്ള നന്ദി അറിയിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമായി തീർന്നത് തീർച്ചയായിട്ടും ജയിൽ വകുപ്പ് മേധാവി നൽകിയിട്ടുള്ള സമാനതകളില്ലാത്ത ഒരു സഹകരണവും പിന്തുണയുമാണ്. അത് പറയാതിരിക്കാൻ പാടില്ല. അദ്ദേഹം നൽകിയിട്ടുള്ള ഉറച്ച പിന്തുണയും ധൈര്യവുമാണ് നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിച്ചുള്ളത്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയിൽ നൽകിയ സംഭാവനയും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ബാങ്ക് ഓഫ് ബറോഡ കഴിഞ്ഞ സ്റ്റേറ്റ് പ്രസിഡന്റ് മീറ്റിൽ 3 മേഖലകളുടെ ജീവനക്കാർക്ക് ഉള്ള ജേഴ്സി അടക്കം അവർ സ്പോൺസർ ചെയ്തിട്ടാണ് ടൂർണമെന്റ് മീറ്റ് വിജയകരമായി നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തവണയും ഞങ്ങൾ മേഖലാ മീറ്റ് ഈ മാസം 17 മുതലും അതുപോലെ തന്നെ സംസ്ഥാന മീറ്റ് ഡിസംബർ 22 മുതലും തിരുവനന്തപുരത്ത് വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് പ്രസിഡന്റ് മീറ്റിന്റെ ജേഴ്സിയൊക്കെ സംഭാവന ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തരത്തിൽ നമ്മളെ നിർലോഭമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ സോണൽ ഹെഡും റീജിയണൽ ഹെഡും അതുപോലെ ബന്ധപ്പെട്ട എല്ലാ ബാങ്ക് ഉദ്യോഗസ്ഥർക്കുമുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ ചടങ്ങ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ജയിൽ വകുപ്പ് മേധാവിയെ ഞാൻ സാദരം ബഹുമാനത്തോടു കൂടി ക്ഷണിക്കുകയാണ്. ഇവിടെ നമ്മളൊരു പ്രദർശന മാച്ചിന്റെ ഉദ്ഘാടനമുണ്ട്. നമ്മുടെ ട്രെയിനിങ് സെന്ററിൽ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന
നമ്മുടെ APO ട്രെയിനിമാരുടെ ഒരു ടീമും മറ്റ് ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീമുമായിട്ടാണ് ഒരു പ്രദർശന മാച്ച് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനവും വകുപ്പ് മേധാവി ബോൾ സെർവ് ചെയ്തുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്നാണ് എൻ്റെ എളിയ അപേക്ഷ. അദ്ദേഹത്തിന് ഏറെ ബഹുമാനത്തോട് ആദരവോടുകൂടി ഞാൻ ഇതിന്റെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശേഷ അതിഥികൾ, നമ്മുടെ DIG ഹെഡ്ക്വാർട്ടറും പിന്നെ സത്യരാജ് DIG സൗത്ത് സോണും, മിസ്റ്റർ ശ്രീധർ റീജിയണൽ ഓഫീസ് ഹെഡ് ഓഫീസ് ഫ്രോം ബാങ്ക് ഓഫ് ബറോദ, ഷാൻലി മാഡം, LBS സ്കൂളിലെ പ്രിൻസിപ്പലും, നമ്മുടെ സെൻട്രൽ പ്രിസൺ സൂപ്രണ്ടന്റ് സജീവ്, ജോർജ് ഡിസ്ട്രിക്ട് ജയിൽ സൂപ്രണ്ടന്റ്, ഇവിടെ സന്നദ്ധരായ എല്ലാവരും, അന്തേവാസികളും, ഇത് വളരെ വിശദമായി DIG സൗത്ത് സോൺ ഇതിൽ സംസാരിച്ചു കഴിഞ്ഞു. അതുവേണ്ടി അതുവരെ ഞാൻ കിടക്കുന്നില്ല. പക്ഷെ കഴിഞ്ഞ വർഷം നമ്മുടെ കണ്ണൂരിലെ ഈ കായിക ആദ്യമായി സ്റ്റേറ്റ് മീറ്റ് തുടങ്ങുമ്പോൾ തന്നെ അവസാനിക്കുമ്പോൾ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിൽ അടുത്ത വർഷം തിരുവനന്തപുരത്തിൽ തന്നെ ഉണ്ടാവും, അങ്ങനെ അവിടെ തന്നെ പ്രഖ്യാപിച്ചിട്ടാണ്. ആ സമയം തിരുവനന്തപുരത്തിലെ നമുക്ക് ഇരിക്കാൻ പോലെ എവിടെയെങ്കിലും ഇനോഗ്രേഷനിലെ പോലെ ഒരു ചെറിയ ഗ്രൗണ്ട് ഇല്ലാത്ത സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 10 മാസമില് 8-9 മാസമില് ഈ ട്രിവാൻഡ്രം സെൻട്രൽ പ്രിസണിലെ ഉദ്യോഗസ്ഥരും അന്തേവാസികളും ജോലിക്കാരും എല്ലാവരും വളരെ ഒരു താല്പര്യം എടുത്തിട്ട്, ഒരു ചലഞ്ച് പോലെ എടുത്തിട്ട് ഇത് ഒരു നല്ല രൂപത്തിൽ ഒരു ചെറിയ നമ്മുടെ മിനി സ്റ്റേഡിയം ഇല്ലെങ്കിൽ മിനി ഗ്രൗണ്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തുടക്കമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാവിയിലേക്ക് ഇത് ശരി ഗാലറിയിലെ ഇമ്പ്രൂവ്മെന്റ് ആവും പതുക്കെ ഇവിടുത്തെ എല്ലാവർക്കും അധ്വാനിക്കണം. അതുവേണ്ടി ഇതിൽ പങ്കെടുത്തിട്ട് എല്ലാവരും ഉദ്യോഗസ്ഥൻ മുതൽ അന്തേവാസികൾ എല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഞാൻ പറയുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് ഇതെല്ലാം പരിപാടി. പക്ഷെ ഇപ്പോൾ ട്രിവാൻഡ്രമിലെ ജയിൽ കമ്പൗണ്ടിലെ ഉള്ളിലെ സംഗതിയായി കഴിഞ്ഞാൽ ഒരു അന്തേവാസികൾക്കും വേണ്ടി അവർക്കും ഒരു ചെറിയ ഒരു വെൽഫെയർക്ക് വേണ്ടി ഭാഗമായി ഇവിടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റിലും വോളിബോൾ ടൂർണമെന്റ് അന്തേവാസികൾക്ക് വേണ്ടി വേണം. അത് അന്തേവാസികളിലും തന്നെ ഈ വർഷം തന്നെ അവിടെ ഉണ്ടാവണം ടൂർണമെന്റ് അവർക്ക് വേണ്ടി. ഇതിന്റെ ഉള്ളിലെ താമസിക്കുന്ന ഇഷ്ടംപോലെ 400-500 ആൾക്കാരുണ്ട്. അതിൽ അവിടെ തന്നെ ഒരു കുറച്ച് ടീം ഉണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് മാനസികമായി പ്രയാസങ്ങൾ, അവർക്ക് ഒരു ജീവനിലെ ഈ കായിക പരിപാടി ജയിലിന്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഫലപ്രദമായി അവർക്ക് ഉപയോഗം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ ചെറിയ നമ്മുടെ മിനിസ്ട്രിയൽ സ്റ്റാഫും ഇഷ്ടംപോലുണ്ട് തൊട്ടടുത്ത കമ്പൗണ്ടില്. അവർക്ക് ചെറിയ അവിടെ തമ്മിൽ ഏതെങ്കിലും ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കായിക മേള പോലെ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് മീറ്റ് കൂടാതെ അവർക്ക് ഏതെങ്കിലും കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ പറ്റും. ആ ഒരു കൾച്ചറിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മാഡം, താങ്കൾക്ക് ഒരു ഗ്രൗണ്ട് വലിയ നല്ല ഗ്രൗണ്ടാണ് തൊട്ടടുത്ത് നമ്മുടെ കമ്പൗണ്ടില്. ചിലപ്പോൾ ആ ഗ്രൗണ്ടും നമുക്ക് ഒരു സൗജന്യമായി കൊടുക്കണം. നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഏതെങ്കിലും പരിപാടിക്ക് വേണ്ടി കൊടുത്തിക്കഴിഞ്ഞാൽ ഇത് നല്ല. ഇപ്പോൾ മൊത്തം ഇന്ത്യയിലെ ഒരു ഫിറ്റ് ഇന്ത്യ, ഖേലോ ഇന്ത്യ, ഒരു സ്പോർട്സിൽ വളരെ സജീവമായി ഒരു കൺസെൻട്രേഷൻ ഉണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ ചെറുപ്പക്കാർ മുതൽ കുട്ടികൾ മുതൽ ഇവിടെ ഇഷ്ടംപോലെ ഫാമിലി താമസിക്കുന്നുണ്ട്. അവർക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ സ്ഥലം കിട്ടും. ഈ ഓപ്പൺ ജിംസ് ഉണ്ട്, ഇതെല്ലാം അതിൽ വരുത്തിക്കാൻ വേണ്ടി. ഈ 2-3 കാര്യങ്ങൾ എനിക്ക് മാത്രമേ പറയാനുണ്ട്. ഇത് ഭാവിയിലേക്കും നന്നായി വരട്ടെ, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ ഞാൻ അഭിനന്ദിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. തിരുവനന്തപുരം സിക്ക ടീമും സെൻട്രൽ പ്രിസൺ ടീമും കളിക്കുന്ന ആദ്യ മാച്ച്, കളിക്കളത്തിലെ ആദ്യ മാച്ച് ബഹുമാനപ്പെട്ട വകുപ്പ് അധ്യക്ഷൻ ബോൾ സെർവ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യും. ഇതിലേക്കായി അവരെയും കളിക്കളത്തിന്റെ സൈഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
സെന്റർ ഫോർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് കളിക്കളത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വകുപ്പ് അധ്യക്ഷൻ ബോൾ സെർവ് ചെയ്തുകൊണ്ട് നടത്തുന്നു. ശ്രീ പൃഥ്വിരാജ് സൺറൈസ് സൂപ്പർട്ട് സുരേഷ് പറയുന്നവരെ ഉദ്യോഗസ്ഥരെ ഒരു മല പോലെ നിന്നിരുന്ന ഒരു സംഭവമാണ്. ഏകദേശം ആ ഹൈറ്റിൽ നിന്നിരുന്ന പ്രദേശത്ത് ഒരു JCB പോലും ഇല്ലാതെ നമ്മുടെ അദ്ദേഹം ഉദ്യോഗസ്ഥരുടെ പ്രയത്നം ഇതുകൊണ്ട് വലിയൊരു മലയെ ഇതുപോലൊരു നല്ലൊരു കളിക്കളമായിട്ട് മാറ്റി എടുക്കാനായിട്ട് സാധിച്ചു. എത്രയോ ദിവസത്തെ അധ്വാനമാണ് അവിടെ. എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മേലുള്ള അവരുടെ കായിക അധ്വാനത്തിന്റെ ഫലമാണ് ഇങ്ങനെ ഒരു കോർട്ട് ഇവിടെ നല്ല രീതിയിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് ഉദ്യോഗസ്ഥരോടും അന്തേവാസികളോടും പ്രത്യേകം നന്ദി പറയുന്നു. സൂപ്രണ്ട് അവർക്ക് അന്തേവാസികൾക്ക് പ്രത്യേകമായിട്ട് സൂപ്രണ്ടിന്റെ പരിധിയിൽ നമ്മൾ പരിരക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അത് അവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിപ്പോ ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ ഫാമിലിക്കും ഇവിടുത്തെ കുട്ടികൾക്കും പിന്നെ അന്തേവാസികൾക്കും എല്ലാം നമുക്കിത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. സാധാരണ പറഞ്ഞ പോലെ സത്യരാജ് പറഞ്ഞ പോലെ മാനസികമായിട്ട് ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഉദ്യോഗസ്ഥര്, നമ്മളെല്ലാവരും തന്നെ. അപ്പൊ ഈ കായികമായ ഒരു പ്രാക്ടീസിലൂടെ അവർക്ക് ആ ടെൻഷൻ കുറയ്ക്കാനും നമ്മുടെ ഈ ജയിലിൽ ജോലി കുറെ കൂടി സുഖമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. ബാങ്ക് ഓഫ് ബറോഡയുടെ റീജിയണൽ ഹെഡ് ശ്രീനിവാസ് സാറിന് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി on the dais, as well as respected invitees. Bank of Baroda, you all know that it is the second largest public sector bank and having a customer base of around 17 crores, having a business of around 25 lakh crores. This is the second largest public sector bank, and we heartfully say thanks to the higher police officials to give an opportunity to us to participate in this whatever the service to the police officials who are always in 24/7 in public services. Thank you so much, sir, for giving an opportunity. I have to thank my zonal head Srijit sir, Kottarathal sir. Sir has, at our request, sir has come here and has seen this one, and sir has accepted our request and also helped us in getting this project approved and finishing this one. Thank you all. Thank you for giving the opportunity. നമസ്കാരം. സാറ് പറഞ്ഞതുപോലെ ഈ ഒരു സംരംഭത്തിന് തുടക്കമിടുകയും പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു കൊളാബറേഷൻ തുടങ്ങുന്നതിന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇത് വഹിച്ച ആളാണ് ഞങ്ങളുടെ ജനറൽ മാനേജർ ശ്രീ ശ്രീജിത്ത് കൊട്ടാരത്ത്. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഇന്നിപ്പം ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട് ബേക്കലിൽ. അപ്പം അത് കാരണം അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല.
അദ്ദേഹം ഈ പ്രദേശം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആദ്യം കണ്ടിട്ടുണ്ട്. ജസ്റ്റ് സാറ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. കാരണം ഇവിടെ എത്രത്തോളം ഡെവലപ്ഡായി, എത്രത്തോളം ഇത് വളരെ മനോഹരമായിട്ട് ഈ ഇൻസ്ട്രുമെന്റ്സും എല്ലാം വെച്ചിട്ട് എത്ര നന്നായിരിക്കുന്നു എന്നുള്ളത് സാറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം സന്തോഷമായിരുന്നേനെ. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്കും എല്ലാം ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുമായിട്ട് ബാങ്ക് ഓഫ് ബറോഡയായിട്ട് ഇൻക്ലൂഡിംഗ് മാഡം, LBS പ്രിൻസിപ്പൽ മാഡം, ഇനിയും അങ്ങോട്ടും തുടർന്നും ബാങ്ക് ഓഫ് ബറോഡയായിട്ട് എല്ലാ സഹകരണങ്ങൾക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച്. പ്രവർത്തിക്കുന്ന LBS സെന്ററിന്റെ പ്രിൻസിപ്പൽ സ്മിത മോഹൻ മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവിധ പ്രോഗ്രാമിനും അവരുടെ ഒരു സപ്പോർട്ടുണ്ട്. അവരുടെ ഏത് പ്രോഗ്രാമിനും നമ്മളും സഹകരിക്കാറുണ്ട്. മാഡത്തിന് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഉദ്യോഗസ്ഥർ, അന്തേവാസികളെ, ഈ ഒരു ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന കഠിനാധ്വാനം തീർച്ചയായും മനസ്സിലാവുന്നു. ഈ ഒരു ഗ്രൗണ്ട് അതിന്റെ ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി ഈ കളിക്കളം എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. മുമ്പ് സാറ് പറഞ്ഞതുപോലെ സഹോദര സ്ഥാപനം ആണ്. ഞങ്ങൾ തൊട്ടടുത്ത ഒരു മതിലിന് അപ്പുറത്തും ഇപ്പുറത്തുമാണ് LBSഉം സെൻട്രൽ പ്രിൻസിപ്പലും. അവിടെ നിൽക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾ സംസാരിക്കാറുള്ളതാണ്. ഈ ഒരു കളിക്കളം ഉദ്ഘാടനത്തിന് വരുന്നത് തന്നെ ഈ ഒരു രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ഈ കളിക്കളം ഞങ്ങളുടെ കുട്ടികൾക്കും കൂടെ ഒരു സപ്പോർട്ട് ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ്. അപ്പൊ അതില് ഈ ഒരു കളിക്കളത്തിന്റെ എല്ലാവർക്കും ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി. അർപ്പിക്കുന്നതിന് വേണ്ടി റീജിയണൽ വെൽഫെയർ ഓഫീസർ ഈ ചടങ്ങിലെ വിശിഷ്ട വ്യക്തികളെ, ഇന്ന് ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ അപൂർവമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്നും ഓർക്കാവുന്ന ഒരു ദിവസമാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കളിക്കളം നമുക്ക് വേണ്ടി ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ചടങ്ങിൽ ഈ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും നമുക്ക് വേണ്ടി സംസാരിക്കുകയും ഈ ഒരു മാച്ചിന്റെ ഉദ്ഘാടനം ഒക്കെ നിർവഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട വകുപ്പ് അധ്യക്ഷൻ അവർക്ക് ഇവിടെ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഉള്ള ആർദ്രമായ നന്ദി. അതുപോലെ ഈ ഒരു പ്രവർത്തനങ്ങൾക്കെല്ലാം പിറകിൽ പ്രവർത്തിച്ച ഈ ഒരു കളിക്കളം ഇവിടെ യാഥാർത്ഥ്യമാക്കിയ സൗത്ത് സോൺ DIGയും സിക്ക ഡയറക്ടറുമായ ശ്രീ D സത്യരാജ് സാറിനും നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിക്കുകയും സംസാരിക്കുകയും നമുക്ക് വേണ്ട പിന്തുണകളൊക്കെ നൽകുകയും ചെയ്തിട്ടുള്ള ആസ്ഥാന കാര്യാലയം DIG ശ്രീ MK വിനോദ്കുമാർ അവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രവർത്തനം കഴിഞ്ഞ 1-2 വർഷക്കാലമായി വിവിധ പ്രവർത്തനങ്ങൾ നമ്മുടെ കഴിഞ്ഞ പ്രസംഗിച്ച് അതുപോലെ ഈ ഒരു കളിക്കളം എന്ന ഈ ഒരു പദ്ധതി ഇതിനൊക്കെ പിറകിൽ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന നമുക്ക് വേണ്ട സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ റീജിയണൽ ഹെഡ് ശ്രീ ശ്രീനിവാസ് സാർ, അതുപോലെ ഡെപ്യൂട്ടി ഹെഡ് ശാലിനി മേഡം, അവർക്കും ഞങ്ങൾക്കുള്ള അഗേതമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനമായിട്ടുള്ള LBS കോളേജിന്റെ പ്രിൻസിപ്പൽ സ്മിതാമോൾ മേഡത്തിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ചടങ്ങിന് സ്വാഗതം പറയുകയും ഈ ഒരു പ്രവർത്തനത്തിന് ഇതിന് എല്ലാ വിധത്തിലുള്ള മുഖ്യ എടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സംഘടനയുടെ സൂപ്രണ്ട് ശ്രീ സജീവ് അവർക്കും ഈ ഒരു ചടങ്ങിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഒരു ചടങ്ങിൽ സംബന്ധിച്ച ജില്ലാ ജയിലിലെ സൂപ്രണ്ട് ശ്രീ വിനോദ് ജോർജ് അവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആസ്ഥാന കാര്യത്തിലെ ഫിനാൻസ് ഓഫീസർ, അക്കൗണ്ട്സ് ഓഫീസർ, പ്രോഗ്രാം ഓഫീസർ തുടങ്ങി ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ മാധ്യമപ്രവർത്തകർ ഈ ഒരു പദ്ധതി അവരുടെ ഒരു പിന്തുണ കൂടി കൊണ്ടാണ് വിജയമാകുന്നത്. അവരെ എല്ലാവരെയും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ വിരമിച്ച ചില ഉദ്യോഗസ്ഥരുടെ വന്നിട്ടുണ്ട്, അവർക്കും നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ ഇതിനു വേണ്ടി ഏറ്റവും അധികം അധ്വാനം നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട അന്തേവാസികൾ, അവർക്കുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ഞാൻ ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുള്ള അവരെല്ലാവരും ഉൾപ്പെടുത്തുന്ന കൂടിയുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ ഒരു ചടങ്ങ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി.
സിക്ക ടീമും തിരുവനന്തപുരം സെൻട്രൽ പ്രസിഡന്റ് ടീമും തമ്മിൽ കളിക്കളത്തിൽ ആദ്യ മത്സരം അരങ്ങേറുന്നു. ഈ മത്സരം നമുക്ക് വേണ്ടി നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസ്, ബഹുമാനപ്പെട്ട ആഡം സിംഗ് തുടങ്ങിയ മികച്ച അധികാരികളാണ്. ഇരുവരെയും കോർട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെൻട്രൽ ടീമും അതുപോലെ സിക്ക ടീമും തമ്മിലുള്ള ഈ ഒരു പ്രദർശന മത്സരം മുഴുവൻ ആളുകൾ വീക്ഷിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ ദക്ഷിണ മേഖലാ പ്രസിഡന്റ് മീറ്റിന്റെ ഉദ്ഘാടനം 16-ാം തീയതി രാവിലെ